Trivandrum PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ജികെ വെൽഡൺ PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക. അതോടൊപ്പം തന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, ക്ലാസ്സുകൾ ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ മറക്കാതെ ദയവായി ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കമൻസും ഒക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് തുടർന്നും ഇതേപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ക്രാഷ് കോഴ്സുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ മീഡിയം ഇംഗ്ലീഷ് ആണ്. അതോടൊപ്പം ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോർഷൻ, സിലബസിലെ പോർഷനാണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന ഈ സെക്ഷൻ. ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതും ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷ ഉണർത്താൻ കഴിയുന്ന 25 ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞു പോയ എക്സാംസിലെല്ലാം ഇത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഈ വരുന്ന എക്സാമിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ മറക്കാതെ പഠിച്ചോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷനിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 25 ചോദ്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. തീർച്ചയായിട്ടും മറക്കാതെ പഠിക്കുക, വെറുതെ കേട്ട് പോകരുത്. ഉറപ്പായിട്ടും ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഫസ്റ്റ് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ സങ്കേതം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സൈലന്റ് വാലി, ഇരവികുളം, തേക്കടി, നെയ്യാർ. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, തേക്കടിയാണ് കേരളത്തിലെ ആദ്യത്തെ സങ്കേതം. അടുത്ത ചോദ്യം, വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് നാഷണൽ പാർക്സ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. വയനാട് തന്നിട്ടുണ്ട്, പാലക്കാട് തന്നിട്ടുണ്ട്, എറണാകുളം, ഇടുക്കിയും തന്നിട്ടുണ്ട്. ഇതിൽ ഉത്തരം വരുന്നത് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത്. അടുത്ത ചോദ്യം, ദ നാഷണൽ പാർക്ക് വിച്ച് ഈസ് ഫേമസ് ഫോർ നീലഗിരി താർ. നീലഗിരി താർ എന്നതിൽ പ്രശസ്തിയുള്ള നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സൈലന്റ് വാലി, ഇരവികുളം, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല. ഉത്തരം വരുന്നത് ഇരവികുളമാണ്. ഇരവികുളമാണ് നീലഗിരി താർ എന്നതിൽ ഫേമസ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ഇരവികുളം. ഓപ്ഷൻ ഡി ലാസ്റ്റ് വരുന്നത് ഇരവികുളമാണ് ഉത്തരം, ശരിയായിട്ടുള്ള ഉത്തരം. ദ ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഇരവികുളമാണ്. അടുത്ത ചോദ്യം, ദ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഈസ് ഇൻ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇടുക്കി, പാലക്കാട്, വയനാട്, കണ്ണൂർ. ഉത്തരം പാലക്കാടാണ്. പാലക്കാടാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം, ദ നാഷണൽ പാർക്ക് വിച്ച് ഈസ് ഫേമസ് ഫോർ ലൈൻ ടെയിൽ മക്യു. എന്താണ് ലൈൻ ടെയിൽ മക്യു എന്ന് ഉദ്ദേശിക്കുന്നത്? ലൈൻ ടെയിൽ മക്യു എന്ന് ഉദ്ദേശിക്കുന്നത് സിംഹവാലൻ കുരങ്ങിനെയാണ്. അപ്പോൾ സിംഹവാലൻ കുരങ്ങിനാൽ പ്രശസ്തിയായിട്ടുള്ള നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സൈലന്റ് വാലിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദി സ്മോളസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം, ഇരവികുളം വാസ് ഡിക്ലെയർഡ് നാഷണൽ പാർക്ക് ഇൻ. ഇരവികുളം നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നമുക്ക് നോക്കാം. 1973, 1978, 1984 ആൻഡ് 1980. ഇതിൽ ഉത്തരം വരുന്നത് 1978 ആണ്.
1978 ഇരവികുളം നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തത്. അടുത്ത ചോദ്യം, ദ റിവർ ഫ്ലോസ് ത്രൂ സൈലന്റ് വാലി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തൂതപ്പുഴ, കുന്തിപ്പുഴ, കബനി, ഇതിലൊന്നുമല്ല. ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് നൺ ഓഫ് ദീസ് ആണ്. ഉത്തരം വരുന്നത് കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ. അടുത്ത ചോദ്യം, ദ ലാർജസ്റ്റ് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ സങ്കേതം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വയനാട്, നെയ്യാർ, ശെന്തുരുണി, തേക്കടി. ഉത്തരം വരുന്നത് തേക്കടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സങ്കേതം. അടുത്ത ചോദ്യം, ദ സദേൺ മോസ്റ്റ് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും സദേൺ ആയിട്ടുള്ള തെക്കായിട്ട് വരുന്ന സാങ്ച്വറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പേപ്പാറ, നെയ്യാറ്, ശെന്തുരുണി. നാലാമത്തത് വരുന്നത് നൺ ഓഫ് ദീസ്, ഇതിൽ ഒന്നും പെടാത്തത്. ഓപ്ഷൻ വരുന്നത് ബി, നെയ്യാറാണ് കേരളത്തിലെ സദേൺ തെക്കൻ ഭാഗമായിട്ട് വരുന്ന സാങ്ച്വറി. അടുത്ത ചോദ്യം, ദ സാങ്ച്വറി ഇൻ കേരള വിച്ച് വാസ് ഇൻക്ലൂഡഡ് ഇൻ പ്രോജക്ട് ടൈഗർ. പ്രോജക്ട് ടൈഗറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാങ്ച്വറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രോജക്ട് ടൈഗറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ സാങ്ച്വറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തേക്കടി, പേപ്പാറ, നെയ്യാർ, അരാളം. ഉത്തരം വരുന്നത് തേക്കടിയാണ്. അടുത്ത ചോദ്യം, ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇസ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്. ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, പാലക്കാട്. ഉത്തരം കൊല്ലമാണ്. കൊല്ലം ജില്ലയിലാണ് ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. അടുത്ത ചോദ്യം, ദ ഓൾഡ് നെയിം ഓഫ് തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറി വാസ്. തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പഴയ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മാട്ടുപ്പെട്ടി, നെല്ലിക്കാമ്പതി, തോൾപ്പെട്ടി. ലാസ്റ്റ് വരുന്നത് നൺ ഓഫ് ദീസ് ആണ്. ഈ ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നെല്ലിക്കാമ്പട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സാങ്ച്വറി ഇൻ കേരള വിച്ച് ഈസ് accessible only through തമിഴ്നാട്. തമിഴ്നാട്ടിൽ കൂടെ മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കേരളത്തിലെ സാങ്ച്വറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. തേക്കടി, പറമ്പിക്കുളം, ചിന്നാർ, ചിമ്മിനി. ഉത്തരം വരുന്നത് പറമ്പിക്കുളമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ സെക്കൻഡ് ലാർജസ്റ്റ് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിലെ രണ്ടാമത്തെ വലിയ സാങ്ച്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വയനാട്, പേപ്പാറ, പറമ്പിക്കുളം, ഇടുക്കി. ഉത്തരം വരുന്നത് വയനാടാണ്. വയനാടാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ സാങ്ച്വറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഈസ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ് ഇടുക്കി, വയനാട്, പാലക്കാട്, എറണാകുളം. ഉത്തരം വരുന്നത് എറണാകുളമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓർഗനൈസേഷൻ ഈസ് റിലേറ്റഡ് ടു ബയോസ്ഫിയർ റിസർവ്സ്. ഏത് സംഘടനയാണ് ബയോസ്ഫിയർ റിസർവ്സുമായിട്ട് ബന്ധമുള്ളത്. ഓപ്ഷൻസ് WHO, second one IBRD, third one ADB and the last one is UNESCO. ഇതിൽ ഉത്തരം വരുന്നത് യുനെസ്കോയാണ്. യുനെസ്കോ ഓർഗനൈസേഷൻ ആണ് ബയോസ്ഫിയർ റിസർവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ചൂളന്നൂർ സാങ്ച്വറി ഈസ് മെയിൻലി റിലേറ്റഡ് ടു. ചൂളന്നൂർ സാങ്ച്വറി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പീകോക്ക്, എലഫന്റ്, മങ്കി ആൻഡ് ടൈഗർ. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പീകോക്ക്. അതായത് മയിലുമായിട്ടാണ് ചൂളന്നൂർ സാങ്ച്വറി ബന്ധമുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ദ സ്മോളസ്റ്റ് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ചെറിയ സങ്കേതം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് മംഗളവനം, പേപ്പാറ, നെയ്യാർ, ചൂളന്നൂർ. ഉത്തരം വരുന്നത് മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ സാങ്ച്വറി അഥവാ സങ്കേതം. അടുത്ത ചോദ്യം, who pointed out the importance of തേക്കടി സാങ്ച്വറി for the first time. ആദ്യമായിട്ട് തേക്കടി സങ്കേതത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ വ്യക്തി ആരാന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കിതിന്റെ ഓപ്ഷൻസ് ആദ്യം നോക്കാം. KK നീലകണ്ഠൻ, സലീം അലി, സുഗതകുമാരി. നാലാമത്തത് ഇതിൽ ആരുമല്ല എന്നാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം സലീം അലിയാണ്. അദ്ദേഹമാണ് ഫസ്റ്റ് ടൈം ആയിട്ട് തേക്കടി സാങ്ച്വറിയുടെ ഇമ്പോർട്ടൻസ് ചൂണ്ടിക്കാട്ടിയ വ്യക്തി. അടുത്ത ചോദ്യം,
Who was the king of Travancore when നെല്ലിക്കാമ്പതി sanctuary was formed? നെല്ലിക്കാമ്പതി സങ്കേതം രൂപീകരിച്ചപ്പോഴുള്ള തിരുവിതാംകൂർ രാജാവ് ആരാന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ശ്രീമൂലം തിരുനാൾ, സെക്കൻഡ് വൺ ചിത്ര തിരുനാൾ, സി തേർഡ് വൺ മാർത്താണ്ഡവർമ്മ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നൺ ഓഫ് ദീസ്. ഇതിൽ ഉത്തരം വരുന്നത് ചിത്തിര തിരുനാളാണ്. നെല്ലിക്കാമ്പതി സാങ്ച്വറി ഫോം ചെയ്തപ്പോഴുള്ള തിരുവിതാംകൂർ മഹാരാജാവ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. നീലഗിരി, അഗസ്ത്യമല, ഗൾഫ് ഓഫ് മാന്നാർ, നൺ ഓഫ് ദീസ്. ഇതിന് ആൻസർ വരുന്നത് നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. The next question. കണ്ണിമര, the largest teak in Asia, can be seen in which sanctuary? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ ചോദ്യം. കണ്ണിമര, the largest teak in Asia, ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കാണ് കണ്ണിമര. ഇത് എവിടെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ പറമ്പിക്കുളം, തേക്കടി, നെയ്യാർ, നൺ ഓഫ് ദീസ്. ഉത്തരം പറമ്പിക്കുളമാണ്. 25ാമത്തെ ചോദ്യമാണ്. Which district in Kerala has the largest forest area? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ, വനപ്രദേശമുള്ള ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പാലക്കാട്, വയനാട്, ഇടുക്കി ആൻഡ് കണ്ണൂർ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഇടുക്കിയാണ്. ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് 25 ചോദ്യോത്തരങ്ങളാണ്. ഏത് ഭാഗത്തിൽ നിന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതും മുൻ വർഷത്തിലെ ആവർത്തന ചോദ്യോത്തരങ്ങളിൽ ഞാൻ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. 100% നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിൽ ഇത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദയവായി ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക, വീഡിയോസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമൻസും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നാളെ പുതിയ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. Till then, bye bye and thank you for watching my channel.